നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഇന്ന് തിങ്കളാഴ്ച എപ്പിസോഡ് പ്ലസ് ഇന്നല്ല കേട്ടോ, നിങ്ങൾ കാണുന്ന ചൊവ്വാഴ്ചയാണ്. അതായത് മൺഡേ എപ്പിസോഡ്. ദിവസത്തിന് ഡേറ്റ് ഇതൊന്നും അറിയില്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ. ഞാൻ എന്താ ചിരിക്കുന്നറിയാം, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുത്തുമ്പോഴേ ഇതിപ്പോൾ ഈ സൈഡിലാണ്. അപ്പോൾ ക്യാമറയുടെ ലെൻസ് കാരണം നമുക്ക് സ്ക്രീന് കാണാനില്ല, സ്ക്രീൻ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തിരക്ക് കിട്ടി. ഞങ്ങൾ രണ്ടാളും ഇതിൽ കൊള്ളുന്നില്ല എന്നുള്ള ഈ തടി നമുക്ക് ഡയറ്റ് ചെയ്യണം. ഇത് നല്ല ക്യാമറ കൊള്ളുന്നു, അല്ലെങ്കിൽ കുറേ ബാക്കപ്പ് വരുന്നത് അതില്ലേ. അപ്പം അതിനിങ്ങനെ തള്ളി കളിക്കുക. അപ്പം ഞാൻ അങ്ങോട്ട് എന്തും സ്കൂളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കളിക്കുന്ന വരി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ മറ്റേ പറയണോ? ഇന്ന് വേണ്ട പറയണ്ട. ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ ഞാൻ മറ്റേ ഇതറിയോ, അഴകിയ രാവണനിൽ പിന്നെ ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ അറിയാതെ എങ്ങാനും പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തു കേട്ടോ. ഡിസ്കസ് ചെയ്ത സംഭവം നമുക്കറിയില്ല ഡയലോഗ്. ഞാൻ അറിയാതെ എങ്ങാനും പറഞ്ഞ പിറ്റേന്ന് തന്നെ ബോംബെന്ന് ആള് വരുന്നുള്ള ഡയലോഗ്. അപ്പൊ എപ്പിസോഡിലേക്ക് കിടക്കാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ എപ്പിസോഡ് വന്നില്ല കേട്ടോ. ചോദിച്ച ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നവർക്കൊക്കെ ബിഗ് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ റിവ്യൂ വീഡിയോ സാഹചര്യം ശരിയാവാഞ്ഞിട്ട് ഞങ്ങള് 2-3 ദിവസം ഞങ്ങള് ഗുരുവായൂർ ചോറ്റാനിക്കര അപ്പൊ എറണാകുളത്ത് 2 ദിവസം സ്റ്റേ ചെയ്തു. എന്നിട്ട് അവിടുന്ന് മണ്ണാർശാലയിൽ പോയി കുറെ വഴിപാട് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ സ്കൂളിൽ ഇല്ലാത്ത സമയത്താണല്ലോ അപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ എത്തപ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ അവരും അത് ഇവിടെ തന്നെ അങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ 2-3 ദിവസം നമ്മൾ അങ്ങനെ ഇരുന്നാലും എപ്പിസോഡ് ഇതൊക്കെ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ലൈവൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതാണ് അവിടുന്ന് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ നമ്മൾ എത്തിയപ്പോഴേക്കും ഒരുപാട് 2 മണിയൊക്കെ ആയി രാത്രി. അപ്പൊ നമ്മൾ എപ്പിസോഡ് കണ്ടു, പക്ഷെ വീഡിയോ ചെയ്യാമായിരുന്നു. അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങള് അന്ന് ഞാൻ ഉറങ്ങി തൂങ്ങി ചെയ്തതിന് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്, ആ ചേച്ചീനെ പോയി കിടന്ന് ഉറങ്ങാൻ പറ ചേച്ചിയോട്. അതേപോലെ ഒരു ലോഡ് കമന്റ് വരും. കാരണം എനിക്ക് ഉറക്കം വന്നാണ്ടല്ലോ, പിന്നെ ഞാൻ അങ്ങനെയൊക്കെയാ ഇരിക്കുക. ഉറക്കം വന്നാൽ ഞാനല്ലാതായി മാറും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇല്ലാതെ ഇന്ന് ചോദിച്ചവർക്ക് ബിഗ് താങ്ക്സ്. പിന്നെ കുറച്ച് പേര് ഞങ്ങൾ കണ്ടു വഴി നിന്നൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മനസ്സിലാവുന്നില്ലേ. സന്തോഷമായിട്ട് ഇങ്ങനെ അല്ല, അതൊരു സന്തോഷം കേട്ടോ. നമുക്ക് ആരെയും കാണുന്ന സമയത്ത് നമ്മൾ ഒരു സന്തോഷമാണ്. ഇപ്പൊ ചെറിയ ആൾക്കാർ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അത് പോട്ടെ. അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത്ര നേരമായിട്ട് നമ്മൾ എപ്പിസോഡ് കിടന്നിട്ടില്ല. പിന്നെ കാര്യമായിട്ട് പറയാൻ ചെറിയ തേങ്ങാക്കൊലി ഇല്ലാത്തൊരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ടോ ഇന്ന് ഉള്ളത് പറയാം. പിന്നെ ഒരു കാര്യം കേട്ടോ, കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡില്, ലാസ്റ്റത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. പക്ഷെ എന്നാലും ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് വന്നില്ലേ. ആ ഗിഫ്റ്റ് എന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ ലൈവ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നേയുള്ളൂ. അപ്പം ലൈവിൽ പിന്നെ എന്താ പറയുക, നമ്മളെ ജാസ്മിൻ, പറയാതിരിക്കാൻ വയ്യ, ജാസ്മിൻ ഒരുപാട് നേരം നിങ്ങൾ കണ്ടവർക്ക് അറിയുണ്ടാവും, ഗബ്രിയുടെ പുറകെ നടന്ന് കരിയ. എന്തോ വിഷമം തോന്നിപ്പോയി, എന്തിനാ ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യണമെന്ന് വരെ തോന്നിപ്പോയി. കാരണം പുറകെ നടന്ന് കരിയ, അത് ചെയ്യുക, ഗബ്രി പറഞ്ഞിട്ട് ഒരു തരം എന്തൊക്കെയോ പറയാം. ശരിക്കും പ്രണയമാണ്. അപ്പോൾ ഗബ്രി ചോദിക്കാൻ, നമുക്ക് അതല്ല പ്രണയം, എന്തൊരു വാക്കുണ്ടല്ലോ, പ്രണയം അല്ലാതെ നമുക്ക് എന്താണെന്ന് അറിയാത്തൊരു എന്തോ ഇല്ല, ക്ലാരിറ്റി ഇല്ല എന്നാണോ, അങ്ങനെ എന്തോ അതിനൊരു ഡെഫിനിഷൻ ഇല്ല. അപ്പൊ അതിന്റെ ആ പേരില്ലാത്തൊരു റിലേഷൻഷിപ്പാണ് നമ്മൾ. അതല്ലേ നല്ലത്. ഞാനാ പറഞ്ഞിരുന്നത് ഒന്നില്ല, അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞത് ആ പേരറിയാത്ത നൊമ്പരത്തെ. അത് പ്രേമമാണ്. കുട്ടിയുടെ എടുത്തോളൂ. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, എക്സ്ക്യൂസ് മീ. എന്നിട്ടുണ്ടല്ലോ ഈ സംഭവം ഇങ്ങനെ ഈ കുട്ടി പുറകെ നടന്ന് കരയുക. ഇവനാണെങ്കിൽ ഗബ്രി നോക്കൂ, ശരിക്കും നിങ്ങൾ കാണുന്നവർക്ക് അറിയണ്ടാവും, ഗബ്രി ശരിക്കും ഒഴിഞ്ഞുമാറാണ്. കംപ്ലീറ്റ് ഒഴിഞ്ഞുമാറാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗബ്രി പറയുന്നത് എനിക്ക് പ്രണയമാണ്, പക്ഷെ എനിക്ക് പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ പുറകെ നടക്കുക. അതിന് മെയിൻ റീസൺ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, അത് ശരിക്കും ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് ഒക്കെ അയച്ചപ്പോൾ നമ്മളെ നോറയ്ക്ക് കിട്ടിയത് നോറയുടെ ചെക്കൻ്റെ
ഒരു ഗിഫ്റ്റാണ് ഫോട്ടോ ഉള്ളത്. അപ്പോൾ നോറ ഭയങ്കര ഹാപ്പി, കാരണം ഇത് നോറ പബ്ലിക്കലി പറഞ്ഞിട്ടില്ല ആരോടും, അത് അനൗൺസ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത്, കാരണം പറയാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ അയാൾ തന്നെ ഫോട്ടോ അയച്ചപ്പോൾ ഭയങ്കര ഹാപ്പി. നമുക്ക് കണ്ടപ്പോൾ നോറയുടെ ആ ഹാപ്പിനെസ് കണ്ടപ്പോൾ നമുക്കും ഹാപ്പിയായി. അങ്ങനെ ഒരു, കാരണം ഒരു ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ കുട്ടിയാണല്ലോ, ഡിവോഴ്സ് ആയതല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ, ഇത് കാണിക്കുന്ന സമയത്ത് ക്യാമറ ജാസ്മിൻ്റെ മുഖത്തേക്ക് പോയി. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. അപ്പോൾ ജാസ്മിൻ്റെ മുഖം ശരിക്കൊരു, ഞാൻ ശ്രദ്ധിച്ചു, ജാസ്മിൻ്റെ മുഖം ശരിക്കൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആയിരിക്കും ഇന്നലെ രാത്രി ജാസ്മിൻ ആ പുറകെ നടന്നിട്ടുള്ള ഒരു ഇത്. എവിടെയോ എപ്പോഴോ ഒന്ന് റസ്മിനോട് ജാസ്മിൻ പറഞ്ഞിട്ട്, അത് എപ്പോഴാണ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. റസ്മിനോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പുറത്തെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇവിടുന്ന് തന്നെ നേടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ. അതിനിപ്പോ ഗബ്രിയും കൂടി, അത് ഫെയിം ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവാം, പക്ഷെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ടെൻഷനായി ആള്. ആ പ്രശ്നത്തിന് ശേഷം ആള് ഭയങ്കര ടെൻഷനായി. അതായത് നോറയ്ക്ക് ഗിഫ്റ്റ് കിട്ടി, അതാണ് തോന്നുന്നു ഗബ്രിയുടെ പുറകെ നടന്നത്. ഇന്ന് പകലൊക്കെ ഗബ്രി ഒരുപാട് ഇങ്ങനെ ഒഴുകണ പോലൊക്കെ തോന്നിട്ടോ. ഇനി രാത്രി പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ഗബ്രി ജാസ്മിനും തമ്മിൽ പ്രശ്നമുണ്ട്, അതൊക്കെ ഉണ്ട്. ഞാനേ ഈ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താ അറിയോ, മോണിറ്ററിക്ക് നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എൻ്റെ ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ല സത്യം, എനിക്കൊന്നും പറയാനില്ല അതിൽ, അതൊന്നും പറയില്ല. ഇത് ഈ പറഞ്ഞതിൻ്റെ മേലെ എനിക്കൊന്നും പറയാനില്ല. കാരണം അത്രയും വളരെ ക്ലിയർ ആയിട്ട്, കാരണം വെച്ചാൽ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ നോറ പറയുന്ന സമയത്ത് ജാസ്മിൻ്റെ മുഖത്തുള്ള ആ ഭാവമാറ്റം വരെ സൂക്ഷ്മമായിട്ട് ദർശിച്ചു എന്നുള്ളതാണ്. അല്ല സത്യം, ഇത് ഈ സീരിയസ് ആയിട്ട് ഞാൻ ബിഗ് ബോസ് എന്ന ഷോനെ കാണുന്നത് ഞാനത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് പിന്നെ എന്താ ഉള്ളത് ഇനി? പിന്നെ പവർ ടീം അല്ലേ, പവർ ടീം പോരാന്നുള്ളത് ആദ്യം തന്നെ അറിയാം. അതിനൊരു അനക്കം വെച്ചത് സിബിൻ കയറിയപ്പോഴാണ്. ആ ചങ്ങായിനെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത് നന്നാക്കണം വെച്ചാൽ അല്ലേ, ഇത് പുതിയ പവർ ടീമിനെ തിരഞ്ഞെടുത്തു. സായി കയറുന്നതിന് ചെറിയൊരു ചടങ്ങും പരിപാടികളും ഉണ്ടായി. പുതിയ പവർ ടീമിനെ ഡിബേറ്റ് വെച്ചുല്ലോ, എല്ലാവരും കൂടി ഇരുന്ന് ഡിബേറ്റ് വെച്ചു. ഡിബേറ്റ് വളരെ ഈസി ആയിട്ട്, ഞാൻ എല്ലാ സീസണിലും ഡിബേറ്റ് കാണുന്നതുകൊണ്ട് എനിക്ക് ഇത് ഇത്ര വലിയ സംഭവം ഡിബേറ്റ് ആയി തോന്നിയില്ല. ഒന്നുമില്ല. പണ്ടത്തെ കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ മുമ്പത്തെയൊക്കെ സീസണിലൊക്കെ ഡിബേറ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ, അവിടുന്ന് തുടങ്ങും ഒരു അടി, എന്നിട്ട് അത് പുറത്ത് ബാക്കി ഉണ്ടാവും. കാരണം ഇത് അടി കൂടണം നല്ല കേട്ടോ ഞാൻ പറയണേ. അപ്പൊ കുറെ പേര് പറയും അടി ഉണ്ടാവലാണോ നിങ്ങൾക്ക് ഇഷ്ടം, പക്ഷെ ഹെൽത്തി ഡിസ്കഷൻസ് ഡിസ്കഷൻസ് നമുക്ക് എന്താ വെച്ചാൽ ഞാൻ പറയുമ്പോൾ എന്താ അറിയോ, ഈ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ നിൽക്കണ്ടേ, നമുക്കത് കൊള്ളണം. അതല്ലേ സ്വാഭാവികമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിലും ഏതൊരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ ഒന്നും കൂടി കൂടിയ ഡിഗ്രിയിൽ വരുന്ന സമയത്ത് ഇതിലൂടെ കാര്യങ്ങൾ, ദൃശ്യമാധ്യമങ്ങളുടെ കാര്യങ്ങൾ ഒന്നും കൂടി ഇമ്പാക്റ്റിൽ കിട്ടുള്ളൂ. അതിന് ചെറിയ സാധാരണ ആൾക്കാർ ഇരുന്ന് പറയണ പോലെ, ഇപ്പോൾ സായി ആണെങ്കിലൊക്കെ സാധാരണ ഒരു സംസാരം, സിജോന്റെ ഭാഗത്ത് സാധാരണ സംസാരം, ഒരു പക്ഷേ ചിലപ്പോൾ ജാസ്മിൻ ആദ്യം ഔട്ട് ആയില്ലായിരുന്നെങ്കിൽ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് സംസാരം വരുമായിരുന്നു. ഇതെന്താ അറിയോ, ഇത് ശരിക്കും അങ്ങോട്ട് ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ ഒരുപാട് എനർജി എടുത്ത് അവര് നല്ല രീതിയിൽ സംസാരിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നൈസായിട്ട് ഓരോരുത്തരെ ഒഴിവാക്കാൻ പറ്റും. അടി വേണം, അടി കൈകൊണ്ട് അടിക്കണമെന്നോ തെറി വിളിക്കണമെന്നോ അല്ല, അത് ശരിയല്ല. ഒന്നും നമ്മൾ പറയുന്നില്ല. അവരും പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഇത്ര കാലം പോയിട്ട്, പിന്നെ അത് കഴിഞ്ഞു. അതില് പിന്നെ നന്ദന അൾട്ടിമേറ്റ് പ്രൊവോക്കിങ്. പക്ഷെ ഈ നന്ദനയുടെ സംസാരമൊക്കെ അൾട്ടിമേറ്റ് പ്രൊവോക്കിങ് ആണ്. നന്ദന ജിൻഡോനോടൊക്കെ പറഞ്ഞ വർത്തമാനം, ആക്ഷൻസും മാനേഴ്സും സാധാരണ ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇത് എനിക്കൊന്നും ഞാൻ ബിഗ് ബോസ് പോയിട്ടല്ല, എന്നോട് ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ ലാസ്റ്റ് അതിലേക്ക് വരാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്നലായിട്ട് കമൻസ് പറയുന്നുണ്ട്. അല്ല നന്ദനയ്ക്ക് ഇപ്പം എന്നെ കൊണ്ടൊന്നും അങ്ങനത്തെ സംസാരം കേട്ടിരിക്കാൻ കഴിയില്ല, വിധു ക്ഷമയോടുകൂടി കേൾക്കാൻ കഴിയില്ല. കാരണം അൾട്ടിമേറ്റ് പ്രൊവോക്കിംഗ് കേട്ടോ നന്ദന. അത് മോശമെന്നല്ല കേട്ടോ, അവരുടെ ഗെയിമാണ് കേട്ടോ. ഒരുപക്ഷെ ചിലപ്പോൾ അവർ അങ്ങനെ തന്നെ ആയിരിക്കാം, ഒട്ടേ ഒരു കുറവായിട്ടല്ല പറയുന്നത്, ഓരോരുത്തർ ക്യാരക്ടർ വെച്ച് പറയുന്നു അല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞ് പവർ ടീം വലിയ സംഭവമായിട്ട് നിൻ്റെ അഭിപ്രായമായിട്ട്, ഇത് എൻ്റെ അഭിപ്രായത്തൊക്കെ അറിയില്ല, ഭയങ്കര കൊട്ടിഘോഷിച്ച് പുറത്തിറങ്ങിയിട്ട് കൊണ്ടുവന്ന നിയമം കണ്ടിട്ട് ഞാൻ നമ്മുടെ സൈഡ് ഐഡിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിരിയോ നിൽക്കും. അതെ വിധു സാർ, വിധു മാഡം, ശ്രീജിത്ത് സാർ അല്ലെങ്കിൽ കുട്ടേട്ടൻ സാർ അത് കുക്ക് ചെയ്യുമ്പോഴും അത് ജോലി ചെയ്യും. അവർ നിർബന്ധിച്ചു അവരെ വിളിക്കണം എന്നാണെങ്കിലും ഓക്കെ. പക്ഷെ എന്തിനാ ഒരു പക്ഷെ ചിലപ്പോൾ അവരിത് പറഞ്ഞത് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം. ഈ റെസ്പെക്റ്റ് എന്താ പറയുക, ലാലേട്ടൻ അന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, അതായത് ലാലേട്ടൻ പറഞ്ഞില്ലേ എടോ പോടോ കെടോ വിടോ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കാം പറയുന്നത്. പക്ഷെ ബേസിക്കലി നമ്മുടെ
എനിക്ക് തോന്നുന്നു കേരളത്തിലില്ല, തമിഴ്നാട്ടിലത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് സർ എന്നുള്ള വിളിൻ്റെ. മാം ഇല്ല, പക്ഷെ നമ്മൾ ഇന്ത്യൻസിൻ്റെ ഒരു കൾച്ചറാണ് സർ മാം എന്നുള്ള വിളി. പക്ഷേ ഏറ്റവും നല്ല ഇപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ പേര് വിളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നമ്മുടെ പേരിനുള്ള റെക്കഗ്നീഷനും കാര്യങ്ങളും സാറിൽ കിട്ടില്ല. ഇപ്പോൾ മിസ്റ്റർ കൂട്ടി വിളിക്കുക, മിസ് കൂട്ടി വിളിക്കുക, അല്ലെങ്കിൽ പേര് വിളിക്കുക. അപ്പോൾ മിസ്റ്റർ മിസ് ബിഗ് ബോസിലാരും വിളിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ പേരാണ് അതിൻ്റെ ഒരു ഇത്. ഈ പ്രായത്തിന് മൂത്ത ആൾക്കാർ വേണമെങ്കിൽ നമുക്ക് അടുത്താക്കി പറയില്ല അയച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പ്രായത്തിന് മൂത്ത ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ അടി കൂടുമ്പോഴാണെങ്കിൽ കൂടി, അടിപിടി കൂടുമ്പോൾ പോലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്തും അല്ലെങ്കിൽ അടിയല്ലല്ലോ ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് എതിരഭിപ്രായം ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ കൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാളെ ആ ഒരു പ്രായമുള്ള ആൾക്കാരെ ഇപ്പോൾ ജിൻഡോനൊക്കെ ജാസ്മിൻ, ഞാൻ എക്സാമ്പിൾ അതിനെ പറയുന്നത്, ജിൻഡോനൊക്കെ ജാസ്മിൻ ഗരുഡോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ശരിയുള്ള കാര്യമല്ല. അത് ഒഴിവാക്കാനാണ് ഇവർ കൊണ്ടുവന്നതെങ്കിൽ, പക്ഷെ അതൊരു സുഖമായിട്ട് തോന്നിയില്ല. ഇല്ല വിധോ ഒരു സർ മാഡം അതെന്തോ ഒരു നാളെ കാണാം കേട്ടോ, നാളെയാണ് അത്. സത്യം പറഞ്ഞാൽ സിജോന്റെ കാട്ടുതീ വരായിപ്പോയി. ആ ചങ്ങായി ഇപ്പൊ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത് ഏത് നേരത്താണ് ഇവന് കാട്ടുതീ, ഇവനെ ഇറങ്ങാൻ കാത്തിക്ക് ഇവന് കാട്ടുതീ ഇറങ്ങും. ഏത് നേരത്താണ് സിജോന് കാട്ടുതീ എന്ന് പറഞ്ഞൊരു വേർഡ് ഉപയോഗിക്കാൻ തോന്നി? സത്യല്ലേ? ആ പറഞ്ഞോട് കൂടി അതിനാണല്ലോ എല്ലാവരും തോന്നിയിട്ടുള്ളത്. പിന്നെ നോമിനേഷൻ കുറെ നല്ല എല്ലാവരും അത്യാവശ്യം ആരാ നമുക്കിപ്പം ശരണ്യയും ശ്രീരേഖയൊക്കെ പവർ റൂമിലല്ലേ, അപ്പോൾ നോമിനേഷനിൽ വന്നത് ആരാ ഔട്ടാവാന്നുള്ളതൊരു കൺഫ്യൂഷനാണ്. കുറച്ച് നല്ല അൻസിബയാണ് പോണം ഇരിക്കുന്നത് കേട്ടോ അല്ലേ? പോണം ഇരിക്കുന്നുണ്ടോ? അൻസിബയ്ക്ക് പോണത് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. സിജോ ഉണ്ട്, അർജുൻ, നോറ, ഋഷി, ഗബ്രി, ജിൻഡോ, അൻസിബ, ജാസ്മിൻ, അഭിഷേക്, ശ്രീകുമാർ, എല്ലാരും ഉണ്ട്. ഒരുവിധം എല്ലാവരും ഉണ്ട്. ആരാ പോവാന്നുള്ള അറിയില്ല അല്ലേ? ഇതിൽ ആരാ വിധ പോവാൻ ഐഡിയ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അൻസിബയുടെ ഒരു കേസ് നമുക്ക് അറിയില്ല. പക്ഷെ അൻസിബയ്ക്ക് ഒരുപാട് കമന്റ് ബോക്സിലും കുറെ ഗ്രൂപ്പുകളിലും ഒരുപാടൊക്കെ കണ്ടു അൻസിബയ്ക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തതൊക്കെ കണ്ടു ഞാൻ. അതെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇന്ന് രാത്രിത്തെ ഒരു ചർച്ച ഇത് മറ്റേ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടി നമ്മളത് പ്ലേ ചെയ്യണം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതായത് മറ്റേ ശ്രീധുവിനെ എന്താണ് എന്താ സംഭവം അറിയോ? അതിടണോ? എനിക്കറിയിച്ച പറഞ്ഞത് നമ്മൾ അറിയോ? ഞാൻ കേട്ടു, ഞാൻ ഈ വീഡിയോ കേട്ടു. എന്നാ പറയൂ വിട്ടേട്ടാന്ന് പറയുന്നത് എനിക്ക് പറയാനറിയില്ല. എന്നാ പറയുന്നത് കേൾക്കട്ടെ ഞാൻ. അതെന്താ അറിയോ? അതെന്താ അറിയാ? എനിക്കറിയാത്തുള്ളൂ, കാണുന്ന പ്രേക്ഷകർക്ക് അറിയണോ? പൊട്ടത്തിനെ പറയാൻ അതൊന്നുമില്ല. നമ്മള് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പറ്റില്ല. എന്തോ ഉണ്ട് അതിലെന്താ ഉള്ളത്? ജിൻഡോയും ഇവനും കൂടി പറഞ്ഞു, എന്താ പറയാ, ഗബ്രിയും കൂടി പറഞ്ഞു, ജിൻഡോ പറഞ്ഞു. അതായത് ഇപ്പത്തെ ഡൺ ടീമാണ് അന്ന് ആ മറ്റേ കോയിൻ എറിയുന്ന ടാസ്ക് കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇവർക്ക് ഗുണമാവുമായിരുന്നു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നെങ്കിൽ. കാരണം ശ്രീത്തൂര് നല്ല സ്പീഡിൽ ഓടാൻ കഴിയുന്നു. അപ്പൊ ഗബ്രി ശരിക്കും ഉദ്ദേശിച്ചത് ഇപ്പത്തെ ഡൺ ടീം ഈ ടീം മൊത്തം കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇവർക്ക് ഗുണമായിരുന്നു എന്നാണ്. പക്ഷെ ജിൻഡോ അവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാൻ അപ്പളെ ഇവളോട് പറഞ്ഞതാണ്, പനിയുള്ള പോലെ വയ്യാണ്ട് അവിടെ ഇരുന്നു, നിനക്ക് വയ്യാത്തല്ലേ, ഇന്നാ ശ്രീതുവിനെ കളിപ്പിക്കുന്നു ഞാൻ പറഞ്ഞതായിരുന്നു പറഞ്ഞു. അപ്പൊ ഗബ്രി ഒന്നും റിയാക്ട് ചെയ്തില്ല. അപ്പോഴും ഗബ്രിയുടെ മനസ്സിൽ ഗബ്രി ഇതാണ് ഉദ്ദേശിച്ചത്. ഡൻ ടീം ഇപ്പോഴത്തെ ടീമാണെങ്കിൽ ശ്രീതു കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നി. അത് ജാസ്മിന് ഇഷ്ടമായില്ല. ജാസ്മിൻ പറഞ്ഞു, ഞാൻ പിന്നെ എന്തിനാ ഓടിയത്, ഞാൻ എന്തിനാ ചെയ്തത് ചോദിച്ചിട്ട് ഭയങ്കര ബഹളവും പ്രശ്നം ഉണ്ടാക്കി. അതിൽ ഇവൻ പറഞ്ഞു, ഇതിന് ബുദ്ധിയില്ലേ, അതോ ബുദ്ധിയില്ലാത്ത പോലെ ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗബ്രിക്ക് ദേഷ്യം വന്നു. ഗബ്രി എണീറ്റ് പോയി. ജാസ്മിൻ ആദ്യം അവിടുന്ന് ശ്രീതുവിനോട് ഗബ്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എണീറ്റ് പോയി. ജാസ്മിനും ഗബ്രി ഇപ്പം തെറ്റിയിരിക്കുകയാണ്. ജാസ്മിൻ പോയി കിടന്നു. എന്നുണ്ടല്ലോ എല്ലാ പ്രാവശ്യവും ജാസ്മിൻ ഇങ്ങനെ തെറ്റിപ്പോയി കിടന്നാൽ ഗബ്രി പുറകെ പോയി സംസാരിക്കും. ആ കട്ടിൻ്റെ അവിടെ തന്നെ ജാസു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. പിന്നെ അവർ ലവ് യു മറ്റേത് മറിച്ചതൊക്കെ പറയില്ല, അതൊക്കെ നിർത്തി, അതൊന്നുമില്ല. അപ്പോൾ ഇവനാണെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ ബാത്റൂം കഴുകുമ്പോൾ അവിടെ ഭയങ്കര ജോലിയാണ്, കിച്ചണിലും എല്ലാവരുടെ കൂടെയും ജോലിയാണ്, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, എല്ലാ സംഭവം ചെയ്യുന്നുണ്ട്. ഇപ്പം സിജോ അവരോടൊക്കെ നന്നായി സംസാരിച്ചിരിക്കുന്നുണ്ട്. ജാസ്മിൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഗബ്രിക്ക് എന്താ അറിയില്ല, ഗബ്രിക്ക് നല്ല മാറ്റമുണ്ട്. ഈ മാറ്റത്തിന് റീസൺ ഞാൻ എൻ്റെ ഒരു റീസൺ പറയട്ടെ. ഇത് എനിക്കറിയാം, അത് ഞാനിവിടെ ആദ്യം പറഞ്ഞുകൊണ്ടുള്ള പറയാറില്ല, ഞാൻ ഇവിടെ ആദ്യം ഷെയർ ചെയ്ത് പോയിട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാറില്ല. ഞാൻ വീഡിയോയിൽ ക്യാമറ അല്ല ഒന്നുമില്ല. എൻ്റെ സംശയം എന്താ അറിയോ, ഈ
ഒരാളവിടെ കൊണ്ടുപോയി കയറ്റിയിട്ടുണ്ടല്ലോ. ഞാൻ അതായത് സ്വന്തം അവിടെ വീട്ടിൽ കറണ്ട് ഇല്ല, വീട്ടിൽ ഏഷ്യാനെറ്റ് ഇല്ല, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ TV ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് കാണാൻ വീട്ടിലിരുന്ന് പറ്റാത്തതുകൊണ്ട് നേരിട്ട് നീ അവിടെ പോയി കണ്ടോന്നുകൊണ്ട് പ്രിവിലേജ് കൊടുത്തിട്ട് നമ്മുടെ ഉണ്ട രതീഷിനെ അവിടെ കൊണ്ടുപോയിരുത്തിയിട്ടുണ്ടല്ലോ. അവന്റെ വീട്ടിൽ സൗകര്യം ഇല്ല, അവന് കാണാനുള്ള സൗകര്യം ഉണ്ടാവില്ല പറഞ്ഞിട്ട് വെറുതെ ജഡ്ജ് ആവാനൊക്കെയാ. അതായത് ഗെയിമുകളപ്പോ ജഡ്ജ് ആവാനൊക്കെ തോന്നുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഇല്ലാണ്ടാക്കി. പക്ഷെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് രതീഷിന്, എനിക്ക് ഉറപ്പാ. കുട്ടേട്ടൻ ഉറപ്പല്ലേ? ആ ടാസ്ക് ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നല്ല. ഞാൻ പെട്ടെന്ന് കമന്റ് വായിച്ചു. ഞാൻ എനിക്ക് ഡബിൾ സ്റ്റാൻഡാണ്, ഞാൻ ടോക്സിക് ആണ്. രതീഷിന് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഐഡിയ ആണ്, അതിന്റെ മാത്രം ഐഡിയ ആണ്. അത് തോന്നിയിട്ടുണ്ട്. ഈ വീട്ടിൽ ഞാനാണ് എനിക്കാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ജിൻഡ പറഞ്ഞാൽ ഈ ആണുങ്ങൾ പെണ്ണുങ്ങളൊന്നും വലിയ വ്യത്യാസം കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഭയങ്കര ഈക്വലാണ് ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ ഇവളെയാണ് ഒന്നും കൂടി ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. വിധു അങ്ങനെ പറയല് വിധു എന്താണ്. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ രതീഷ് ഇമാജിൻ എൻ്റെ കുറുക്ക് മറ്റേ ബുദ്ധിയിൽ ഞാൻ എൻ്റെതായ തിരക്കഥ സംഭാഷണം എഴുതിയ സാധനം. രതീഷിനെ ബിഗ് ബോസ് നിയോഗിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? 50 ദിവസത്തെ ഗബ്രികളുടെ കളി എല്ലാവരും ഒരു രീതിയിൽ കണ്ടു. ഈ കളി മാറ്റി കളിക്കാൻ ശ്രമിക്കുന്നു, ഇവർ പക്ഷേ നടക്കുന്നില്ല. അപ്പോൾ രതീഷിനെ നിയോഗിക്കുന്നു. 2 പേരുടെ അടുത്തും പോയി പറഞ്ഞിട്ട് ഇവർ 2 പേരെയും സ്പ്ലിറ്റ് ആക്കി 2 വഴിക്ക് നടത്തിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന 50 സീസണുകളിൽ ഇവരെ സ്ട്രോങ് ആക്കി നിർത്തുവാൻ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആക്കി അങ്ങനെ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ 2 പേരെയും കൂടി സ്ട്രോങ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസും അവർ അണിയറ പ്രവർത്തകർ നിയോഗിച്ചൊരു വ്യക്തിയല്ല രതീഷ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്ന് അറിയോ, രതീഷ് ലൈവില് കണ്ടറിയാം ഇവരോട് 2 ആളോടും നന്നായി സംസാരിച്ചിട്ട് മാറ്റി കളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. 2 പേര് വേറെ കളിക്കാൻ പറയുന്നുണ്ട്. ഗബ്രിനോട് പ്രത്യേകമായിട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ ഗബ്രി നല്ലൊരു ഗെയിമറാണ്, നിനക്ക് ഭയങ്കര കഴിവുണ്ട്, നീയും ജാസ്മിനും വേറെ കളിച്ച 2 പേര് ടോപ്പ് 5 എത്തും, നിനക്കൊണ്ട് ആരതിൽ കൂടുതൽ ഭയങ്കര ഗെയിമർ എന്ന് പറയാൻ അറിയില്ല എനിക്ക്, 2 പേരും ഒരുപോലെ. ഇതൊക്കെ ഇയാൾ പറഞ്ഞു. ഇതൊക്കെ ഗബ്രിയോട് പറഞ്ഞു, ജാസ്മിനോടും പറയുന്നുണ്ട്. അപ്പൊ ഇയാളുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇയാളോട് ഇത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇനി ഇവരുടെ ഈ കളി മാറ്റിയിട്ട് 2 വേറെ കളിച്ചു കഴിഞ്ഞാൽ ഇവര് ഫൈനൽ 5 വരെ എത്തും ചെയ്യും. അല്ലെങ്കിൽ ഇത് ഇവരുടെ ഗെയിം പ്ലാൻ ആണ് ഓൾറെഡി. ഈ ഗെയിം പ്ലാൻ ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവ ഈ നടുക്ക് നിന്ന് ഈ ഉണ്ടരതീഷായിരിക്കും അവർ പക്ഷേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. 2ഉം ശരിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ ഞാൻ വേറെ എന്തോ സാധനം ഉദ്ദേശിച്ചിട്ട് മനസ്സിലായില്ല സത്യം പറഞ്ഞാല്. പോട്ടെ, മനസ്സിലായിട്ടുണ്ടാവും. രതീഷിനെ ചുരുക്കി പറഞ്ഞ രതീഷിനെ ബിഗ് ബോസ് വിട്ടത് ഗബ്രി ജാസ്മിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പണ്ട് ഈ ചലഞ്ചേഴ്സിനെ വിട്ടിരുന്നില്ലേ, എന്താ പറയാ, മാരാരെ കുറെ നമ്മളെ വിഷ്ണുവിനെ പറഞ്ഞ് മാറ്റി കുറെ പേര്, അതുപോലെ ഓരോരുത്തരെയും പറഞ്ഞ് മാറ്റുണ്ടായിരുന്നില്ലേ നമ്മള്. അതേപോലെ ആരായിരുന്നു മാരാരുടെ കൂടെ ഉണ്ടായിരുന്ന ഷിജുവിനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തുല്ലോ ചലഞ്ചേഴ്സ് വന്നിട്ട്, ഒറ്റയ്ക്ക് കളിക്കി, നിങ്ങൾ നിങ്ങളുടെ നോക്കാല്ലാണ്ട് അയാളുടെ പുറകെ. പക്ഷെ ആ ഷിജു മാറിയില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇവരെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഗെയിം പ്ലാൻ ആയിരിക്കാം, എഡിറ്റിംഗ് ആയിരിക്കാം, സ്ക്രിപ്റ്റ് ആയിരിക്കാം, ആയിരിക്കാം, പാവകളി ആയിരിക്കാം. പോവല്ലേ ഫ്രെയിം ഒന്നും പോലോ ഇത് എന്നോട് കാണണം സ്ഥിരമായിട്ട്. പിന്നെ നീ ഇത് പറഞ്ഞോളൂ, നീ അത് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ന് റോബിന്റെയും മാരാരുടെയും ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, ഈ വീഡിയോ ചെയ്തതിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതെൻ്റെ ആ പാപം എൻ്റെ മാത്രം. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഈ റോബിൻ്റെ വീഡിയോസ് കഴിയുന്നത് ഞാൻ അവോയ്ഡ് ചെയ്യാറാണ്. ദേഷ്യം ഉണ്ടായിട്ടല്ല കേട്ടോ റോബിനോട്. ഞാൻ ആ വീഡിയോയിലും റോബിനോട് ഒരു ദേഷ്യം പറഞ്ഞിട്ടില്ല. പക്ഷെ മാരാര് പറഞ്ഞ ചില കാര്യങ്ങളിൽ മാരാരും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ റോബിന് ഞാനൊരു എക്സ്പ്ലനേഷൻ പോലെ നമ്മുടെ ഒരു അഭിപ്രായം റോബിനായിട്ട് നമുക്ക് നേരിട്ട് അറിയിക്കാൻ ഒരു സ്കോപ്പില്ല. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ബ്രോഡർ മെസ്സേജ് അയച്ചാൽ മതി. അതൊന്നും ഇപ്പോൾ വരുന്നില്ല. ഇത് ഞാൻ നാളെ എന്തോ ഒരു കാര്യത്തിന് ചങ്ങയ്ക്ക് മെസ്സേജ് അയച്ചു, എന്തോ ഒരു സംഗതി കണ്ടെന്നപ്പോൾ അതൊന്നും ഡെലിവറാവില്ല. ആ നമ്പറൊക്കെ പോയി വന്നുണ്ട്. അതുകൊട്ടെ, അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യമുള്ളത്? സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന കാര്യങ്ങളല്ലേ, നമുക്കൊരു ബ്രോഡർ ഒരു പ്ലാറ്റ്ഫോം ഇതിലുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അറിയിക്കാനുള്ള പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞിട്ടുള്ളൂ. അന്ന് റോബിൻ പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഞാൻ ഒരിക്കലും റോബിനെ മോശമാക്കി പറഞ്ഞിട്ടില്ല കേട്ടോ, ഡീഗ്രേഡ് ചെയ്തിട്ടില്ല, മോശമാക്കി പറഞ്ഞിട്ടില്ല. അതെന്താണ് ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ല. ഐ ഡിഡ്ന്റ് ഡു ഇറ്റ് ദിസ് ടൈം. സീരിയസ്ലി ഞാനത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇത്. പക്ഷേ എന്ത് സംഭവിച്ചു അറിയോ, ഞാനതിൽ കുറ്റപ്പെടുത്തിയത് റോബിൻ്റെ ടോക്സിക്
ഫാൻസിനെ ഞാൻ പറയുന്നില്ല, കുറച്ച് പേര് ഇപ്പോഴും ടോക്സിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ മാരാരും പറഞ്ഞിട്ടുള്ളത്. ഈ റോബിന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളൊക്കെ ഉണ്ട്. സീസണിൽ റോബിനെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. എനിക്കറിയില്ല എത്രത്തോളം ഇഷ്ടമായിരുന്നു, റോബിന്റെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ അഖിലിനെ. പക്ഷെ ഇത് ഒരാൾ വിചാരിച്ച് നടക്കുന്ന റോബിനോടല്ല ഇഷ്യൂ. ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, അതൊന്നും വന്നിട്ടില്ല കുറച്ച് കമന്റ്സിൽ ഒരൊറ്റ കമന്റ് മാത്രം നമുക്ക് വായിക്കാലോ. ഇത് അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇന്ന് മാരാര് പറഞ്ഞിട്ടുള്ള ഇൻസിഡന്റ് സിറ്റുവേഷൻ ആർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിന്റെ ഫാൻസിനോട് നീ അടങ്ങി നിൽക്കാൻ പറയില്ലെങ്കിൽ നീ ദുബായിൽ വെച്ച് പറഞ്ഞിട്ടുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഞാൻ പുറത്ത് പറയുന്ന വെച്ചാൽ അയാൾ ഇറിറ്റേറ്റഡ് ആയിട്ടാണ്. അതിന് മാരാരെ കുറ്റം പറയാത്ത എന്തുകൊണ്ടാണെന്ന് അറിയും, ഞാൻ കുറ്റം പറയില്ല. ഇപ്പം ആ മാരാര് പറഞ്ഞിട്ടുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ അന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ റോബിനും മാരാരും കൂടി പേഴ്സണലി സംസാരിച്ച കേസാണ്. അത് ഇയാൾ പുറത്തേക്ക് ഇടില്ലായിരുന്നു. ഇത് ഇടിയിക്കുന്നത് കുറച്ച് ആൾക്കാരാണ്. ഒരൊറ്റ കമന്റ് മിണ്ടാതിരിക്കാൻ പറഞ്ഞൂടെ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എനിക്ക് വേണ്ടാന്നുള്ളത് മിണ്ടാതിരിക്കാൻ പറഞ്ഞൂടെ. അപ്പൊ മിണ്ടാതിരിക്കുക. അപ്പൊ ഈ അന്നം തിന്നുന്ന ആൾക്കാർ, തലയിൽ ചളിയില്ലാത്ത ആൾക്കാർ മിണ്ടാതിരുന്നോളൂ. ഒരുപാട് പേരുണ്ട്. ഒരൊറ്റ എക്സാമ്പിൾ പറയാം. സുമ വിശ്വദേവ് 5382 ഫേക്കാണോ കണ്ടുപോലെ ഉണ്ടാവുക കമന്റാണ്. സുമ വിശ്വദേവ് എന്നുള്ളത് അതൊരു മെസ്സേജ് വന്നാണ് കേട്ടോ. വാട്ട് എ ഡബിൾ സ്റ്റാൻഡ് ടോക്സിക് മാൻ യു ആർ, സ്റ്റിൽ യു ആർ നോട്ട് ഫീലിംഗ് ഗിൽറ്റി. വൈ ഷുഡ് ഐ ഫീൽ ഗിൽറ്റി? ഞാൻ എന്തിനാ ഗിൽറ്റി ആയിരിക്കണം? ഓക്കെ, ദാറ്റ് മീൻസ് യു ആർ നോട്ട് എ ഹ്യൂമൻ. ഞാൻ ഹ്യൂമൻ അല്ല. അതൊന്നും വിഷയമല്ലേ. ദർ ഇസ് നോ പ്രോബ്ലം. നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ഡെഫിനറ്റ്ലി യു വിൽ റിഗ്രറ്റ് വൺ ഡേ വെൻ യുവർ കിഡ്സ് വിൽ ഗോ ത്രൂ ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അരെ വൈ ഡു യു ടേക്ക് മൈ കിഡ്സ് നെയിം? നിങ്ങൾ എന്തിനാ എൻ്റെ കുട്ടികളുടെ പേര് പറയുന്നത്? ഡിഡ് ഐ ടേക്ക് റോബിൻ്റെ ഏതെങ്കിലും ഫാമിലിക്കാരോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഫാമിലിനെ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഹാവ് ഐ എവർ ഡൺ ദാറ്റ്? ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന സമയം കാര്യങ്ങൾ ആ വ്യക്തികളോട് സംഭവം മുഖത്തൊക്കെ പറയും. ഐ നെവർ ഡ്രാഗ് എനി ബഡീസ് ഫാമിലി. അത് പേഴ്സണൽ ഇതിലാണെന്നുണ്ടെങ്കിൽ ശ്രീത്ത് ചെയ്യാറില്ല, ചാനലിലും ചെയ്യാറില്ല, ഒരിക്കലും ചെയ്യാറില്ല. അത് എൻ്റെ ഒരു ഉസൂൽ, എൻ്റെ ഒരു ഇതാണ്. ദാറ്റ് ഈസ് മൈ പ്രിൻസിപ്പിളാണ്. ഞാനത് ചെയ്യാറില്ല. അത് ചെയ്യുന്ന കാര്യം അവരോട് പറയുന്നുള്ളത്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഹ്യൂമാനിറ്റി ബ്രോ. ഇതിൽ എവിടെ ഹ്യൂമാനിറ്റി? ഓക്കെ, ബിക്കോസ് യുവർ എയിം ഇസ് ഓൺലി മണി ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ നെക്സ്റ്റ് ബിഗ് ബോസ് ഷോ. എനിക്ക് ബിഗ് ബോസ് ഷോ ഐ ഡോണ്ട് നീഡ്. Forget. I don't need any of this thing. First thing. ഇനി ഞാൻ അതിനാണെങ്കിൽ തന്നെ ഈ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ പ്രായം എത്ര എന്ന് ഐ ഡോണ്ട് നോ ഹൗ ഓൾഡ് യു ആർ, യുനോ. നിങ്ങൾക്ക് എന്താ ഇനി അതന്നെയാണ്. ഇഫ് ദാറ്റ് ഇസ് മൈ ഇൻറ്റൻഷൻ. എല്ലാവരും അങ്ങനെ തന്നെയാണ് ബിഗ് ബോസിൽ പോയത്. ഹൗ ഡിഡ് റോബിൻ ഗെറ്റ് ഇൻ ടു ദ ഷോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാ റോബിനെ ബിഗ് ബോസിലേക്ക് വിളിച്ചത്? അങ്ങനത്തെ പല ഐ ഡോണ്ട് വാണ്ട് ടു ഓപ്പൺ അപ്പ് സർട്ടൻ തിങ്സ്. ഓക്കെ, റിയലി ഐ എം സർപ്രൈസ്ഡ് ഹൗ പീപ്പിൾസ് ക്യാൻ ബിഹേവ് ലൈക്ക് യു. Please don't watch my channel. എനിക്ക് അത്ര പറയാമല്ലോ. I know you're also the part of next thing അടിപൊളി. Yes, thank you to. I know you're also part of Asianet degrading team, same like Sai Krishna, Secret Agent Asianet degrading team. നമ്മളൊക്കെ വലിയ ആളായി, നമ്മളറിയാതെ നമ്മളാരുമായി. ഞാൻ പോലും അറിയാതെ ഞാൻ ഏതോ ഡിഗ്രേഡ് രമണ നിന്നെ ഏഷ്യാനെറ്റിലെടുത്തു. Be positive and do something good for the society, man. I am doing something. Forget. നിങ്ങൾ എന്നെ നോക്കണ്ട. ഇഫ് ഐ ഡോണ്ട് ഡു ഓൾസോ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മളൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്, എന്നെ ആ കൂട്ടത്തിൽ ഗണത്തിൽപ്പെടുത്തിക്കോളൂ. ഡോണ്ട് ഫൊഗെറ്റ് അബൌട്ട് കർമ്മ. ഐ ഡോണ്ട് നോ ഇത് എന്താണ് കിർമ. ഫൊഗെറ്റ്. ഞാൻ ഇങ്ങനെ കുറച്ച് ഇതായി പോയിട്ട് ഇമോഷണലായിട്ട് സംസാരിക്കും. കാരണം വെച്ചാൽ പ്ലീസ് ഡോണ്ട് ഡ്രാഗ് ഫാമിലി. ഇത് മാത്രം വെച്ചിട്ട് പറയില്ല. പ്ലീസ് ഡോണ്ട് ഡ്രാഗ് ഫാമിലി. പ്ലീസ് ഡോണ്ട് ഡ്രാഗ് ഹർ. നോ പ്രോബ്ലം. നീ ഇവളെ ഡ്രാഗ് ചെയ്തോളൂ, നിങ്ങൾ ഡ്രാഗ് ചെയ്തോളൂ. ബിക്കോസ് എനിക്ക് എന്താ പറയാ, നീ ഇതിൽ വീഡിയോയിലുണ്ട്. Because you are also part of this, part of crime, partners in crime. നീ ക്രൈം ഉദ്ദേശിച്ചത് നീ കുറ്റം ചെയ്യുന്നതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇവൾ അതിൻ്റെ ഭാഗമാണ്. അരെ വൈ ഡു യു ഡ്രാഗ് മൈ കിഡ്സ്? ഇപ്പോൾ ഇന്ന് 2 ദിവസം മുന്നേ ഒരു വോയിസ് മെസ്സേജ് വന്നു, അതിലും പറയുന്നത് കുട്ടികളുടെ കേസ്. വൈ ഡു യു ഡു ദാറ്റ്? നോ പ്രോബ്ലം, ചെയ്തോളൂ. കുട്ടികൾ വലുതായ റോബിന്റെ പോലെ എന്താണ് ഈ പറയണത്? തീരെ ഒരു അന്തമില്ലാത്ത സംസാരം. അത് പറയുന്ന സമയത്ത് നമുക്ക് കൊള്ളുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ സംഗതികൾ പറയുന്നത്. ഓക്കെ, ഇത് സംസാരിക്കണം. അല്ലെങ്കിൽ ഈ ലെവൽ ഓഫ് ഡിഗ്രി കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളെ നല്ല രീതിയിൽ പറയുന്ന ചിന്തിക്കുന്ന ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്തോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയസ്ലി. ബിക്കോസ് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഞാൻ മെസ്സേജിനൊക്കെ മറുപടി കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ബട്ട് ഓൺലി വൺ തിങ്, ഡോണ്ട് ഡ്രാഗ് ഫാമിലി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. പ്രാഗിക്കോളും എന്നാലും കുഴപ്പമില്ല. പക്ഷേ കുട്ടികളെ വെച്ചിട്ട് ഇത് മക്കളെ ഇത്ര അധികം പറഞ്ഞിട്ടില്ല. പക്ഷേ ചില മെസ്സേജിലുണ്ട് ഫാമിലിനെ പറയുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ചെയ്യാതിരിക്കൂ. ഇത് പറഞ്ഞ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. എന്തൊക്കെയാ പറയുക? പ്ലീസ് ചെയ്യാതിരിക്കും. റിക്വസ്റ്റ് ആണ് കേട്ടോ, ചെയ്യാതിരിക്കൂ. ബിക്കോസ് യു നോ വാട്ട്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും
ആരെയാണോ ഇതാക്കുന്നത് അവരെയും കൂടി നമുക്ക് ദേഷ്യം അത് പിടിക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിക്കുണ്ടല്ലോ ആരോടൊരു ദേഷ്യമില്ല, ഞങ്ങളോടും ഇല്ല, വേറെ ആരോടും ഇല്ല. റോബിനും ഞങ്ങളും തമ്മിൽ ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. നമ്മൾ ആകെ ചെയ്ത തെറ്റ് കഴിഞ്ഞ സീസൺ ആയപ്പോൾ നമ്മൾ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്തു. അഖിൽമാരാറിനല്ല, ആ ഷോ മൊത്തം സപ്പോർട്ട് ചെയ്തു. ഞാൻ റോബിന്റെ ഫാനോ റോബിനെയോ അഖിൽമാരാറിനെയോ രജിത് സാറിനെയോ വെച്ച് നടക്കുന്ന ആളാണ്. ഞാൻ ബിഗ് ബോസ് ഷോയുടെ ഫാനാണ്. അതിനിപ്പോൾ നെക്സ്റ്റ് ബിഗ് ബോസ് ഷോ തുടങ്ങിയാൽ ഞാൻ ഇവിടുന്ന് ഒറ്റയടിക്ക് ആ ഷോ കാണും. അത്രയേ ഉള്ളൂ. എനിക്ക് പിന്നെ ആ ഷോ, എനിക്ക് എൻ്റെ ഫാമിലി ഇതും അല്ലാണ്ട് വേറെ എനിക്ക് ഞാൻ എന്തിനാ ഒരാളുടെ പോലെ അങ്ങനെ ഞാൻ ആരാധിക്കുകയാണെങ്കിൽ ഞാൻ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് ഈ റേഞ്ചിലേ പോവുള്ളൂ. അല്ലാണ്ട് ഞാൻ പറയണില്ല, ഞാൻ ഇവരൊന്നും അങ്ങനെ ഫാനായി നടക്കില്ല കേട്ടോ. സത്യമായിട്ട് ഇത് പറഞ്ഞ ഇതിലെടുത്തു തന്നെ ഉള്ളൂ. പിന്നെ അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഇതിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്, അത് പറയുന്നതായിരിക്കാം. ഇറ്റ്സ് നോട്ട് അബൌട്ട് പേയ്മെൻറ്റോ കാര്യങ്ങളോ, അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ ഇന്ന സമയത്ത് നമ്മളെന്താ പറയുക, അപ്പം നമ്മൾ റിയാക്ട് ചെയ്യും. ഐ ഡോണ്ട് നോ, റിയാക്ട് എന്നല്ലേ പറയാം, അറിയണോ? അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. ഈ റിയാക്ഷൻസ് ഒരിക്കലും ഇതുപോലെ അനോണിമസോ അല്ലെങ്കിൽ പേര് വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അഗെയിൻസ്റ്റ് ആയിരിക്കില്ല. ദിസ് വിൽ ബി, അപ്പോൾ ഇതുപോലെ റോബിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതാണ് മാരാര് പറഞ്ഞിട്ടുള്ളൊരു വിഷയം. അത് ആ ഒരു ആശയത്തോട് നമ്മൾ യോജിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളോടൊക്കെ സ്നേഹമുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ ഒരാൾ സബ്സ്ക്രൈബർ ഉള്ളതുകൊണ്ടാണ് ഇത് ഒരു നമ്പർ ടിക്കിൾ ചെയ്ത് ഇങ്ങനെ നമ്പർ കയറി പോകുന്നത്. ഓക്കെ. അപ്പോൾ ആ ഓരോ ആൾക്കാരും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും സന്തോഷിപ്പിച്ച് നമുക്ക് നിർത്താൻ പറ്റില്ല. പക്ഷേ എല്ലാവരും നമ്മൾ വിഷമിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ അങ്ങനെയും ബുദ്ധിമുട്ടാണ്. അപ്പം നിലപാടുകൾ പല കേസിലും വരാം. വേറെ ഒന്നുമില്ലല്ലോ ഇതോ, ഞാൻ കുറച്ച് ഓവറായി ഇതും കുറച്ച് ഞാനും ഇത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്താൽ മതിയിരുന്നു തോന്നി. വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓവറാണ്. ശ്രീനിവാസൻ ഇതൊന്നല്ല, നിങ്ങളുടെ വീഡിയോ പൊട്ടയാണ്, ബോറാണ്, നീറ്റ് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാ വരാറ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ രസമുണ്ട്. എന്തിനാ വെറുതെ നമ്മള് റോബിനെ ഞാൻ ഇന്ന് എന്താ കുട്ടിയുടെ പറഞ്ഞത് പോലും എനിക്കറിയില്ല. അല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇതിൽ കുറെ കായും പൂയൊക്കെ ചേർത്തിട്ട് കുറെ സാധനങ്ങൾ വേറെ ഇട്ടിട്ടുണ്ട്. അത് പ്രശ്നമില്ല, ബിക്കോസ് ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. എനിക്ക് പ്രോബ്ലം ഇല്ല. അത് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇട്ട് അതിനെ വായിച്ച് കേൾപ്പിക്കാനും വയ്യല്ലോ. അതൊക്കെ പ്രശ്നമുള്ള കേസല്ല. അതൊക്കെ ഐ എൻജോയ്. തെറികൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ തെറി പറയുന്ന ആളാണ്. ഇങ്ങനെ ആൾക്കാർ കുറെ ഉണ്ട്. പിന്നെ തെറികൾ പറഞ്ഞോളൂ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പറയുന്ന ആളാണ്. ക്ലോസ് സർക്യൂട്ടിൽ പറയാറുണ്ട് ഇത്, ബിക്കോസ് അതില്ല ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഞാൻ തെറിയും പറഞ്ഞോട്ട് കൂടെ എടുക്കണം. വേറെ ഒന്നുമില്ല കേട്ടോ. സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞങ്ങളുടെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സമയമായിട്ട് 26 മിനിറ്റ് നമ്മളെ സഹിച്ച ഏതെങ്കിലും ഒരു വ്യക്തി 26ാമത്തെ മിനിറ്റിൽ ഇത് സഹിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ ലൈക്ക് അവർക്കാണ്. കാണണ്ടോ അറിയില്ല. അവസാനത്തെ ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ആരെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ മനസ്സിൽ സ്പെഷ്യൽ ഇടം മാത്രമല്ല, 50,000 സബ്സ്ക്രൈബേഴ്സ് അടുക്കുന്ന സമയത്ത് വിധു അവളുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു ഗിവ് അവേ അവൾ കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും കയ്യിലുള്ളത് ഗിവ് അവേ ചെയ്യുക, അതാണ് ഗിവ് അവേ. ഓക്കെ, എന്തെങ്കിലും കൊടുക്കുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.